ഇടുക്കി അടിമാലി കൂമ്പൻപാറ മണ്ണിടിച്ചിലിലെ ദുരന്തബാധിതർ വീണ്ടും സമരത്തിൽ. സർക്കാർ നൽകിയ ഉറപ്പ് നടപ്പാക്കിയില്ലെന്നാരോപിച്ചാണ് ദുരന്തമുണ്ടായ സ്ഥലത്ത് കുടിൽ കെട്ടി പ്രതിഷേധിക്കുന്നത്. ദുരന്തബാധിതരായ 27 കുടുംബങ്ങൾക്ക് സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഇൻഷുറൻസും വാടകയും ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ 9 മാസങ്ങൾക്കിപ്പുറവും വാഗ്ദാനം വിശ്വസിച്ച പ്രതിഷേധക്കാർക്ക് നീതി ലഭിച്ചില്ല. പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും നിലവിൽ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ 3 മാസം പെൻഡിങ്, ആ തുടക്ക സമയത്ത് പെൻഡിങ് ആയിരുന്ന സമയത്ത് നമ്മൾ ഒരു പ്രതിഷേധം, നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് അന്നത്തെ വാടക നമുക്ക് കിട്ടിയത്. അതിനുശേഷം ഇതുവരെ മാസങ്ങളായിട്ടും വാടകയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഇല്ല. 27 കുടുംബങ്ങളെ പരിഗണിച്ചുകൊണ്ട് വീട് തരാമെന്ന് പറഞ്ഞു. അതിനും ഒരു തീരുമാനമായിട്ടില്ല. ഞങ്ങൾ 2 കുടുംബങ്ങളെ ഇപ്പൊ ഉടമസ്ഥര് ഇറക്കി വിട്ട അവസ്ഥയിലാണ്. അവരിപ്പോ ഞങ്ങളുടെ കൂടെ ഓരോരുത്തരുടെ വീടുകളിലേക്കായിട്ടാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്തത്തിനിരയായ 17 കുടുംബങ്ങളാണ് ദുരന്തഭൂമിയിൽ സത്യാഗ്രഹം തുടങ്ങിയത്. ഇപ്പൊ രണ്ടാമത്തെ സമരം, ഈ സമരത്തിൽ ഞങ്ങള് ഒഴിഞ്ഞു മാറത്തില്ല. ഇവര് ഞങ്ങളെ പറ്റിക്കുവാന്ന് ഞങ്ങൾക്കറിയാം. ഇനി ഞങ്ങള് ശക്തമായിട്ട് പ്രതിഷേധിക്കും. ഞങ്ങൾക്ക് പൈസ കിട്ടണ വരെ ഞങ്ങള് സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഇവർ ഒരു തന്ന വാക്കാണ് ഞങ്ങൾക്ക്, വാടകയും വീടൊക്കെ തരാന്ന് പറഞ്ഞൊരു വാക്കാ. ഈ വാക്ക് അവര് പാലിച്ചില്ല. കാരണം എന്താ, ഞങ്ങൾക്ക് ഒരു പിടി കിട്ടിയിട്ട്. മണ്ണിടിച്ചിലിൽ വീട് നഷ്ടപ്പെട്ട 9 കുടുംബങ്ങൾക്ക് സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിൽ അനർഹർ കടന്നുകൂടിയെന്നാണ് ആരോപണം. ജില്ലാ കളക്ടർ നേരിട്ടെത്തി ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്മാറില്ലെന്നാണ് ദുരന്തബാധിതരുടെ തീരുമാനം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-നാണ് അടിമാലി ലക്ഷം വീട് ഉന്നതിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.